വളരെയധികം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇപ്പൊ ഇവിടെ ഈ സൈഡിൽ കൊടുത്തിട്ടിരിക്കുന്നത്. ഈ ഫോട്ടോയില് പടുവൃദ്ധനായിട്ടുള്ള ഒരു മമ്മൂട്ടിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. മേക്കപ്പ് ഇല്ലാത്ത മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ടോ? ദേ ഇതാണ് നരയും കഷണ്ടിയും കഴുത്തിലും മുഖത്തുമെല്ലാം ചുളവുമൊക്കെയുള്ള നമ്മുടെ മമ്മൂട്ടി. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എത്ര പ്രായമായിട്ടും പ്രായമാകാത്തൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മമ്മൂട്ടി. മമ്മൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എവർഗ്രീൻ എന്ന് പറഞ്ഞ ആ ഒരു ടൈറ്റിലാണ് കൂടെ നമുക്ക് ഓർമ്മിക്കാനായിട്ട് പറ്റുക. എവർഗ്രീൻ മമ്മൂട്ടി എന്നാണ് അധികം ആളുകൾ മമ്മൂട്ടിനെ കുറിച്ച് വിശേഷിപ്പിക്കാറുള്ളത്. മമ്മൂട്ടി ഈ ആർജിച്ചെടുത്തിട്ടുള്ള ഒരു എനർജി, അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പ്രയത്നമാണ്. പല ആളുകളും കരുതുന്നത് മമ്മൂട്ടി മേക്കപ്പാണ്, അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെന്ന്. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇപ്പൊ ഇവിടെ ഈ സൈഡിൽ കൊടുത്തിട്ടിരിക്കുന്നത്. ഈ ഫോട്ടോയില് പടുവൃദ്ധനായിട്ടുള്ള ഒരു മമ്മൂട്ടിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഏകദേശം മമ്മൂട്ടിയുടെ ഏജ് പറയുകയാണെങ്കിൽ 72 വയസ്സായിട്ടുണ്ട്. പക്ഷെ 72 വയസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വളരെയധികം ആശ്ചര്യത്തോടെ, ഒരുപാട് നില എല്ലാ മനുഷ്യന്മാരും മമ്മൂട്ടിനെ കുറിച്ച് അറിയാത്ത ഏതൊരു മനുഷ്യനും 72 എന്ന് പറയുമ്പോൾ അറിയാതെ വായ വിളിച്ചു പോകും. കാരണം അത്രയ്ക്കും സൗന്ദര്യമാണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും ഫിസിക് ആണെങ്കിലും അത്രയും അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ, പടുവൃദ്ധനായിട്ടുള്ള മമ്മൂട്ടീൻ്റെ ഈ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായ സമയത്ത് ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മമ്മൂട്ടിക്ക് എതിരെ നിൽക്കുന്ന ആൻറ്റി മമ്മൂട്ടി ഫാൻസ് ആയിട്ടുള്ള ആളുകൾ അത് കണ്ടിട്ട് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തു. കണ്ടോ, സത്യത്തിൽ ഇതാണ് മമ്മൂട്ടിൻ്റെ ലുക്ക്. മമ്മൂട്ടിനെ കാണാൻ ഒരു ലുക്കും ഇല്ല. മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മേക്കപ്പാണ്, കഷണ്ടിയായിട്ട്, അതുപോലെ തന്നെ മുടിയൊക്കെ പൊഴിഞ്ഞു പോയിട്ട്, മീശൊക്കെ വെളുത്ത്, താടി മുടി അവിടെ അവിടെയൊക്കെ വെളുത്തിട്ടുള്ള, അതുപോലെ തന്നെ മുഖമൊക്കെ ചുക്കി ചൊളിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് മമ്മൂട്ടി. 72 വയസ്സായിട്ടില്ലേ, പ്രായം മറച്ചുകൊണ്ട് മേക്കപ്പ് ചെയ്തിട്ടാണ് ഈ നടക്കുന്നത് എന്നൊക്കെയാണ് മമ്മൂട്ടിനെ കുറിച്ച് ഈ ഒരു ഫോട്ടോ കണ്ടതിന് ശേഷം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ദിവസത്തെ ഓടിക്കൊണ്ടിരുന്നിട്ട് ഒരുപാട് പേര് ഇത് സെലിബ്രേറ്റ് ചെയ്തു. കാരണം ഇപ്പം ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണല്ലോ. മമ്മൂട്ടിന്റെ ഫാൻസ് ആയിരിക്കില്ല വേറെ ആളുടെ ഫാൻസ്, വേറെ ആളുകളുടെ ഫാൻസ് മമ്മൂട്ടി ഫാൻസ് ആയിക്കൊള്ളുന്നില്ല. അപ്പൊ മമ്മൂട്ടി ഫാൻസ് അല്ലാത്ത ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞു, മമ്മൂട്ടിയുടെ ഒറിജിനൽ രൂപം ഇതാണ്, ആ മേക്കപ്പിന് പിറകിൽ ഒളിച്ചിരിക്കുകയാണ് മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അദ്ദേഹത്തെ മോശമായിട്ട് പറയുണ്ടായിരുന്നു. ഈ ഒരു അക്യൂസേഷൻസ് ഒക്കെ വന്ന സമയത്ത് മമ്മൂട്ടിന്റെ തന്നെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഈ ഒരു വർക്ക് സർക്കിളിൽ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരാള് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇത് ഫോട്ടോഷോപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്, അതല്ലാതെ മമ്മൂട്ടിയുടെ ഒറിജിനൽ ഫോട്ടോ അല്ല. മമ്മൂട്ടിനെ ഇഷ്ടമില്ലാത്ത ഏതോ ഒരു വില്ലൻ ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ് ഇത് ഫോട്ടോഷോപ്പിൽ മോർഫ് ചെയ്തിട്ടുള്ളതല്ലാന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ്, ഇത് ഒറിജിനൽ മമ്മൂട്ടിയല്ല എന്ന് പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി ഫാൻസിന് ഒരു വിശ്വാസം വീണത്. അപ്പൊ ഇതിനെക്കുറിച്ച് കർമ്മ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു. നമുക്കതൊന്ന് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. മേക്കപ്പ് ഇല്ലാത്ത മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ടോ? ദേ ഇതാണ് നരയും കഷണ്ടിയും കഴുത്തിലും മുഖത്തുമെല്ലാം ചുളവുമൊക്കെയുള്ള നമ്മുടെ മമ്മൂട്ടി. ഇതാണ് യഥാർത്ഥ മമ്മൂട്ടി എന്ന അടിക്കുറിപ്പോടെ പ്രചരിക്കുന്ന മമ്മൂട്ടിയുടെ ഈ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ചുളവ് വീണ് മീശ നരച്ച് മുടി കൊഴിഞ്ഞ മമ്മൂട്ടി. ഇത് കണ്ടതോടെ നമ്മുടെ നാട്ടിലെ ചില മമ്മൂട്ടി വിമർശകർ ഒന്ന് ഞെളിഞ്ഞിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് ഒറിജിനൽ മമ്മൂട്ടി, ബാക്കിയൊക്കെ മേക്കപ്പ്. ഈ മേക്കപ്പിന്റെ പുറത്തല്ലേ ആശാൻ പിടിച്ചു നിൽക്കുന്നത് എന്ന് വരെ ഇക്കൂട്ടർ പറഞ്ഞുണ്ടാക്കി. ഏജ് ഇൻ റിവേഴ്സ് ഗിയർ തള്ളുകളാണെന്നും ഇതാണ് മേക്കപ്പ് ഇല്ലാത്ത ചിത്രം എന്നുമായിരുന്നു വിമർശകർ കൊണ്ടാടിയത്. വളരെ പ്രായം ചെന്ന രീതിയിലുള്ള മമ്മൂട്ടിയുടെ ലുക്കായിരുന്നു ഈ ചിത്രം. എന്നാൽ ആ ചിത്രത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മമ്മൂട്ടി ഫാൻസ് ഭാരവാഹി, മമ്മൂട്ടിയുടെ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ ഏകോപിപ്പിക്കുന്ന ആളുമായ റോബർട്ട് കുര്യാക്കോസ്. വീഡിയോ സഹിതമാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. മമ്മൂട്ടിയുടെ യഥാർത്ഥ ചിത്രം ഫോട്ടോഷോപ്പ് ചെയ്ത് ഉപയോഗിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന തരത്തിലുള്ള ചിത്രമാക്കി മാറ്റിയത് എങ്ങനെയാണെന്ന് അദ്ദേഹം തന്റെ വീഡിയോയിൽ വ്യക്തമാക്കുകയാണ്. വീഡിയോയ്ക്കൊപ്പം അദ്ദേഹം കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: ഒരുപാട് പേരെ അസൂയപ്പെടുത്തുന്ന നിത്യ യൗവനത്തിന് ചുളവും നരയും നൽകിയ ഡിജിറ്റൽ തിരക്കഥയുടെ വഴി കാലത്തിന് തോൽപ്പിക്കാനായില്ല, പിന്നെയല്ലേ ഫോട്ടോഷോപ്പിന്. ഇതാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം മമ്മൂക്കയുടെ ഗ്ലാമർ രഹസ്യം അല്ലെങ്കിൽ പ്രായം കൂടുന്തോറും സൗന്ദര്യം വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിന്റെ രഹസ്യം എന്തായിരിക്കും എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ പതിവ് പോലെ ചർച്ചയായത്. 37-കാരനായ മകൻ ദുൽഖറിനെ പോലും പിന്നിലാക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഫിറ്റ്നസ് രഹസ്യം അല്ലെങ്കിൽ ശരീര സൗന്ദര്യം നിലനിർത്താൻ മമ്മൂട്ടി കഴിക്കുന്ന ഭക്ഷണവും ചെയ്യുന്ന വ്യായാമവും എന്തൊക്കെയാണ് എന്ന് തുറന്നു പറയുകയായിരുന്നു മമ്മൂട്ടിയുടെ പേഴ്സണൽ ഷെഫ്. ഇതോടെ മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ശരീര സൗന്ദര്യത്തിന്റെ സീക്രട്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്.
മമ്മൂട്ടിയുടെ പേഴ്സണൽ ഷെഫ് പറയുന്നത് ഇങ്ങനെയാണ്: സൗന്ദര്യത്തോടൊപ്പം ആരോഗ്യത്തിലും കണിശത നിലനിർത്തുന്ന ആളാണ് മമ്മൂട്ടി. അതുകൊണ്ട് തന്നെയാണ് ഈ 72-ാം വയസ്സിലും ആകാരം മാറ്റമില്ലാതെ തുടരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത്. ഏറ്റവും കൃത്യമായ രീതിയിൽ ഭക്ഷണക്രമം പിന്തുടരുന്ന താരമാണ് മമ്മൂട്ടി എന്നാണ് ഷെഫ് പറയുന്നത്. ഷൂട്ടിംഗ് സെറ്റിലാണെങ്കിൽ പോലും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണമാണ് അദ്ദേഹം കഴിക്കാറ്. പ്രഭാത ഭക്ഷണമായി മമ്മൂക്ക കഴിക്കുന്നത് ഓട്സ്, പപ്പായ, മുട്ടയുടെ വെള്ള, തലേദിവസം വെള്ളത്തിൽ കുതിർത്ത ബദാം എന്നിവയാണ്. ഇതുകൂടാതെ തേങ്ങ അരച്ച മീൻകറി, വറുത്ത ഭക്ഷണ സാധനങ്ങൾ ഒന്നും തന്നെ ഉൾപ്പെടുത്താറില്ലെന്നും അദ്ദേഹം പറയുന്നു. മീൻ വിഭവങ്ങൾ ഇഷ്ടമുള്ള ആളാണ് അദ്ദേഹം. കരിമീൻ, കണമ്പ്, കൊഴുവ, തിരുത എന്നീ മത്സ്യങ്ങളാണ് അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടത്. കുരുമുളക് ചേർത്ത് വെജിറ്റബിൾ സലാഡും അദ്ദേഹം ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. വൈകിട്ടുള്ള സമയത്ത് ഭക്ഷണം അധികമായി കഴിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് മമ്മൂട്ടി. ഒരു കട്ടൻ ചായ കുടിക്കും. രാത്രി സമയത്ത് ഗോതമ്പിന്റെ, ഓട്സിന്റെ ദോശയാണ് ഭക്ഷണം. അതാകട്ടെ 3 എണ്ണത്തിൽ കൂടുതൽ കഴിക്കാറുമില്ല. ദോശയ്ക്കൊപ്പം മസാല ചേർക്കാത്ത തേങ്ങാപ്പാൽ ഒഴിച്ച് നാടൻ ചിക്കൻ കറിയാണ് കഴിക്കാറുള്ളത്. രാത്രി ഒരു കൂൺ സൂപ്പ് കൂടി കഴിച്ചാൽ അന്നത്തെ ഡയറ്റ് അവസാനിച്ചു. ഇതുകൂടാതെ മമ്മൂട്ടിയുടെ ആവശ്യകത അനുസരിച്ചാണ് വീട്ടിലെ ജിമ്മ് പോലും സെറ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ഗുണമില്ലാത്ത ഒരു വ്യായാമവും അദ്ദേഹം ചെയ്യാറുമില്ല. അത് മമ്മൂട്ടിക്ക് നിർബന്ധമുള്ള കാര്യം കൂടിയാണ്. വലിയ ജിമ്മാണ് പുതിയ വീട്ടിലുള്ളത്. ദുൽഖർ സൽമാന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ആ ജിം നിർമ്മിച്ചിട്ടുള്ളത്. മാത്രമല്ല സഹപ്രവർത്തകരെ പലരെയും വർക്കൗട്ട് ചെയ്യിക്കാനും മമ്മൂക്ക പ്രോത്സാഹിപ്പിക്കും. എന്ത് ഭക്ഷണം കഴിക്കണം, എത്ര നേരം ഉറങ്ങണം എന്നൊക്കെ മമ്മൂക്ക തന്നെ യുവതാരങ്ങൾക്ക് പലർക്കും ഉപദേശിച്ചു കൊടുക്കാറുമുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ഫോട്ടോയിട്ട് ഫോട്ടോഷോപ്പ് നടത്തി നിർവികാരം കൊള്ളുന്നവർ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക: അദ്ദേഹം എവർഗ്രീൻ സ്റ്റാറാണ്. അപ്പൊ ഈ ഒരു ന്യൂസിനകത്ത് നിങ്ങൾ കണ്ടല്ലോ, മമ്മൂട്ടി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഹെൽത്ത് നോക്കുന്ന സമയത്ത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്ന, വർക്കൗട്ട് ഫോളോ ചെയ്യുന്ന, ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മമ്മൂട്ടി എല്ലാവർക്കും റോൾ മോഡലാണ്. കാരണം അദ്ദേഹത്തിന്റെ ഡയറ്റ്, അദ്ദേഹത്തിന്റെ വർക്കൗട്ട്, അദ്ദേഹത്തിന്റെ സ്ലീപ്പിംഗ് പാറ്റേൺ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ, യോഗ എന്താണെങ്കിലും പക്കാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യന് 72 വയസ്സായിട്ടും വളരെയധികം ചുറുചുറുക്കോട് കൂടെ നടക്കുന്നത്. അതിന് അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. ഇന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ വലിച്ചു വാരി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ഒരുപാട് ഫുഡ് ഇപ്പോൾ അവൈലബിൾ ആണ്. പല ഡിഫറെൻറ്റ് ടേസ്റ്റിൽ, ഇറ്റാലിയൻ, കോണ്ടിനെന്റൽ, അതുപോലെ തന്നെ ഒരുപാട് ക്യൂസിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് വലിച്ചു വാരി കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ്. പക്ഷേ ഭക്ഷണത്തിൽ എളിമത്തം സൂക്ഷിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി. മമ്മൂട്ടീൻ്റെ മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോക്കകത്ത് കണ്ടല്ലോ, വളരെ കറക്റ്റായിട്ടുള്ള ഒരു സൈക്കിൾ ഉണ്ട്. ഫേവറേറ്റ് എന്താണ്, ക്യാരറ്റ് ജ്യൂസ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ക്യാരറ്റ് ജ്യൂസ്, അതുപോലെ തന്നെ ക്യുക്കമ്പർ, പിന്നെ തക്കാളി, ഒനിയൻ, പിന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ, സാലഡ്, ഓട്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഫുഡ്. കോടികൾ വരുമാനമുള്ള ഒരു മനുഷ്യൻ്റെ ഫുഡാണത്. ഒരു പാവപ്പെട്ട ഒരാൾ കഴിക്കുന്ന രീതിയിലുള്ള ഫുഡാണ് മമ്മൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സൈക്കിള് തന്നെയാണ് മമ്മൂട്ടിനെ ഇത്രയും ചുറുചുറുക്കോട് കൂടെ ഇപ്പോഴും ആളുകളുടെ മുന്നിൽ വരാനായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഹാർഡ് വർക്കാണ്. ഈ 72 വയസ്സായിട്ടും അദ്ദേഹത്തിന്റെ വർക്കൗട്ട് നിർത്തിയിട്ടില്ല എന്നുള്ളത്. വീട്ടിൽ തന്നെ ഒരു ജിമ്മുണ്ട്. ആ ജിമ്മ് ദുൽഖർ സൽമാൻ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ജിമ്മാണ്. ആ ഒരു ജിമ്മിനകത്ത് മമ്മൂട്ടി എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ലീപ്പിംഗ് പാറ്റേൺ ഒക്കെ കറക്റ്റാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ ഫുഡിനെ കുറിച്ച് നമ്മുടെ സ്വാമി പറയുന്നുണ്ട്. നമ്മുടെ പ്രശസ്ത ഫിലിം ആക്ടറായിട്ടുള്ള സ്വാമി പറയുന്നുണ്ട്. അവർ ഡാഡി കൂൾ എന്ന് പറഞ്ഞ സിനിമ സെറ്റിൽ വെച്ചിട്ടുള്ള വിശേഷങ്ങളിൽ പറയുന്നതാണ്. അപ്പം അതും കൂടെ നമുക്കൊന്ന് കാണാം. മമ്മൂട്ടി ബ്ലാക്ക് ടീ, ഇത് ക്യാരറ്റ് ജ്യൂസ്, അല്ലെങ്കിൽ കക്കിരിക്ക, അല്ലെങ്കിൽ തക്കാളി, ഇതൊക്കെ കുറച്ച് തിന്നുക. ഡാഡി കൂടെ അഭിനയിക്കാൻ പോകുമ്പോൾ ഞങ്ങളവിടെ ഇരുന്നു, ഷൂട്ടിങ് അവിടെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ മമ്മൂട്ടി എന്നോട് ചോദിച്ചു, സ്വാമി രാവിലെ എന്താ കഴിക്കുക? ഞാൻ പറഞ്ഞു, മമ്മൂട്ടി ദോശ, ഇഡ്ഡലി, ചിലപ്പോൾ പിട്ട, ചിലപ്പോൾ ഉപ്പുമാവ്, ചപ്പാത്തി. അപ്പോൾ മമ്മൂട്ടി, എന്തിനാ അതൊക്കെ ഇങ്ങനെ വലിച്ച് കയറ്റാൻ നിൽക്കണേ? ഒരു സ്നേഹത്തെ പറയില്ലേ, എന്തിനാ അതൊക്കെ വലിച്ചു കയറ്റാൻ നിൽക്കണേ? ഞാൻ പറയും, പിന്നെ എന്താ കഴിക്കണ്ട രാവിലെ? പിന്നെ എന്താ കഴിക്കുക? സ്വാമിക്ക് ഒരു ഗ്ലാസ് ഓട്സ് കുടിച്ചാൽ പോലെ. പിന്നെ സ്വാമി ദിവസം 2 ലിറ്റർ വെള്ളം കുടിക്കണം. സ്വാമി വേണമെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിലും 2 ലിറ്റർ വെള്ളം കുടിക്കണം. സ്വാമിക്ക് കാണണമെന്ന് വെച്ചിട്ട് അവിടെ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. ഒരു ഒറ്റ അടി മൂപ്പിലെടുത്തിട്ട് ഒരു ഗ്ലാസ് ഓട്സ് കഴിച്ചാൽ മതി. ഇതൊക്കെ വലിച്ചു വാരി കയറ്റണ്ട. പറഞ്ഞത് സത്യമാണ്. മമ്മൂട്ടി എത്ര കോടി ഉണ്ടാക്കിയാലും പട്ടിണിയാണ്. സ്വാമി ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയോ? വളരെ പാവപ്പെട്ട രീതിയിലാണ് നമ്മുടെ മമ്മൂട്ടീൻ്റെ ഫുഡ്
കോടികൾ സമ്പാദിക്കുന്ന ആളാണെങ്കിൽ കൂടെ ഫുഡ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് അല്ലെങ്കിൽ പരിമിതമാണ് എന്നാണ് പറയുന്നത്. മനുഷ്യന്മാരെല്ലാവരും തിന്നാൻ വേണ്ടി ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്നത് ബുദ്ധിമാനാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ ശരീരം, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് അവന്റെ ശരീരത്തിന് അപ്പിയറൻസിനാണ്. ആ ഒരു അപ്പിയറൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവരിൽ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടർ എന്ന് പറയണമെങ്കിൽ മമ്മൂട്ടി എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ സ്ലീപ്പിംഗ് പാറ്റേൺ, ഫുഡ്, അതുപോലെ തന്നെ ഡയറ്റ്, വർക്ക്ഔട്ട്, എക്സസൈസ് എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ്. ഒരുപാട് പേർക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന, അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈലിന് ഉടമയാണ് മമ്മൂട്ടി. ഇത് എന്ന് പറയുമ്പോൾ നല്ല മനസ്സിന് ഉറപ്പുള്ള, അത്രയും മനക്കട്ടിയുള്ള, ശരീരത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും കഴിക്കാനായിട്ട് തോന്നും. ആ ഒരു കഴിക്കൽ ഫീലിനെ കൺട്രോൾ ചെയ്ത് പിടിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമല്ല. അതിന് മൈൻഡിന് നല്ല ഒരു സ്ട്രെങ്ത് വേണം, നല്ലൊരു ഡെഡിക്കേഷൻ വേണം. ഒരു ഗോളുള്ള ഒരാൾക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ ലക്ഷ്യങ്ങളുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അതിനുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മമ്മൂട്ടി. അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്നത് ഹീസ് എ ജീനിയസ്, ആക്ടിങ്ങിൽ ജീനിയസ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെങ്കിലും ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ജീനിയസ് ഇൻ ദ ഇൻഡസ്ട്രി എന്ന് തന്നെ പറയാം. കാരണം പുറത്തുള്ള ആളുകൾക്കൊക്കെ ഇദ്ദേഹത്തിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ച് 72 years എന്നൊക്കെ പറയുമ്പോൾ ദേ വിൽ ബി ലൈക്ക് എസ്റ്റോണിഷ്ഡ്. സത്യത്തിൽ 72 വയസ്സുണ്ടോ എന്നുള്ള രീതിയിൽ ആളുകൾ ചോദിക്കും. കാരണം അത്രയ്ക്കും ആളുകളെ വണ്ടടിപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന ഹെൽത്ത് കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, അതുപോലെ തന്നെ ആ ഒരു ചുറുചുറുക്ക് കൊണ്ട് ആളുകളെ വിസ്മയിപ്പിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി. അപ്പോൾ ഇതുപോലെയുള്ള ഫേക്ക് ഫോട്ടോസൊന്നും മമ്മൂട്ടീനെ തളർത്താനായിട്ട് സാധിക്കില്ല. അത് എന്ന് പറയുന്നത് കുശുംബന്മാർക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ അസൂയ ആളുകൾക്ക് ഇതുപോലത്തെ ഒരുപാട് ഫോട്ടോസ് പടച്ചു വിടാം. പക്ഷേ ഈ അദ്ദേഹത്തിന്റെ അകത്തുള്ള ഈ ഒരു എനർജി, അതല്ലാന്നുണ്ടെങ്കിൽ അകത്തുള്ള ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആർക്കും തകർക്കാനോ തളർത്താനോ പറ്റില്ല. അദ്ദേഹം സ്വന്തം മാത്രമല്ല ബാക്കിയുള്ള ആളുകളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളും വർക്കൗട്ട് ചെയ്യണം, നിങ്ങളും ഈ ഫുഡ് പാറ്റേൺ ഫോളോ ചെയ്യണം, നിങ്ങളും വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുന്ന ഉത്തമ ഉദാഹരണത്തിന് ഉടമയാണ്. ബാക്കിയുള്ളവരെയും കൂടെ ഈ ഒരു സൈക്കിളിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എല്ലാവർക്കും അതിന് സാധിക്കില്ല. അതിന് അത്രത്തോളം മനസ്സുറപ്പും അതുപോലെ തന്നെ ലക്ഷ്യബോധമുള്ള ആളുകൾക്ക് മാത്രം അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മമ്മൂട്ടി ഇപ്പോഴും എവർ ഗ്രീൻ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ഇപ്പം ഏറ്റവും വയസ്സായിട്ടുള്ള സിനിമാ നടികളുടെ കൂടെ ഇപ്പോൾ കുട്ടികളുടെ പ്രായമുള്ള മക്കളുടെ കൂടെ പോലും അഭിനയിക്കാൻ ഇപ്പോഴും മമ്മൂട്ടിക്ക് ത്രാണിയുണ്ട്. നടിയായിട്ട് അവരെ കൂടെ കൂട്ടാനുള്ള ത്രാണി മമ്മൂട്ടിക്ക് ഉണ്ട്. ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് വിൽ പവർ ആൻഡ് ഹിസ് ഡെഡിക്കേഷൻ ഫോർ ഹിസ് ബോഡി. അപ്പോൾ ഇത്രയ്ക്കേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.